നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എവിടെയായിരുന്നു ഇത്രയും നാള്? ഞാനെല്ലാം പറയാച്ച. ഇങ്ങനൊരു കൂടിക്കാഴ്ച ഇനി ഉണ്ടാവുമെന്ന് കരുതിയതല്ല. ഈശ്വര, എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ. എനിക്ക് എന്തു പറയണമെന്ന് നിൽക്കുന്ന നിപ്പിൽ ഞാനങ്ങ് മരിച്ചു പോയാലും എനിക്ക് സന്തോഷമുള്ളൂ മോനെ. എന്തേട്ടാ ഇറങ്ങി വേണ മോനെ. എന്തേട്ടാ സച്ചി എടാ അച്ഛാ, നീ വന്നേ. മാഷേ, കമലേ, ഇതാ എന്റെ മകൻ നന്ദൻ. ഇത് സച്ചിയുടെ ഭാര്യയുടെ അച്ഛനും അമ്മയാ. നന്ദേട്ടാ, സന്ദീപേ, നന്ദേട്ടാ, നന്ദേട്ടാ. എടാ, നിങ്ങളെയൊക്കെ ഒന്ന് കാണാനും ഇതുപോലെ ഒന്ന് കെട്ടിപ്പിടിക്കാനും എത്ര വർഷമായിട്ട് ആഗ്രഹിക്കുന്നു അറിയൂ. നിന്നെ കണ്ണു നിറച്ചൊന്ന് കാണാൻ ഞാൻ കൊതിച്ചിരുന്നെങ്കിലും നിനക്ക് വേണ്ടി കാത്തിരുന്ന് നീ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ഇവിടെ ഇപ്പോഴും തുടരുന്ന ഒരാളുണ്ട്, അവന്തിക. അവളുടെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയും ഫലമാവും നിന്നെ ഇവിടെ എത്തിച്ചത്. അവന്തികേ, മോളെ. മോൾക്കിത് വിശ്വസിക്കാനാവില്ലെന്നറിയാം. എനിക്കും ആദ്യം ഇതേ അവസ്ഥയായിരുന്നു. നന്ദ, നീ പോയതിനു ശേഷം ഇവള് നടത്താത്ത നേർച്ചകളൊന്നുമില്ല. എനിക്കെപ്പോഴും അവധിയെ കാണുമ്പോൾ ഒരു കുറ്റബോധം മനസ്സിൽ വന്ന് നിറയാറുണ്ടായിരുന്നു. എന്റെ മകൻ കാരണം ഇവൾക്ക് സംഭവിച്ച ദുരിതത്തെപ്പറ്റി. പക്ഷേ ഇനി അതിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള, ഏറ്റവും ഭാഗ്യമുള്ള അച്ഛൻ ഞാനാ. മോനെ, നീ ഇത്രയും നാൾ എവിടെയായിരുന്നു? എന്നെപ്പോലെ തന്നെ ഇവിടെ എല്ലാവർക്കും അതറിയണമെന്ന് ആഗ്രഹമുണ്ട്. അതെ ഏട്ടാ, ഞങ്ങളെ അറിയൊന്നും കാണാതെ, ഒന്നും സംസാരിക്കാതെ ഇത്രയും വർഷം ഏട്ടൻ എങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞു?
എല്ലാത്തിൻ്റെയും മറുപടി എൻ്റെ കയ്യിലുണ്ട്. ഞാനത് പറയാം. ഇവിടെ നിന്ന് അച്ഛനായി പിണങ്ങി ഇറങ്ങിപ്പോയത് അപ്പോഴുള്ള ദേഷ്യത്തിന് മാത്രമായിരുന്നു. പക്ഷേ പിന്നീട് നടന്നതൊക്കെ എന്നെപ്പോലും ഞെട്ടിക്കുന്ന സംഭവങ്ങളായിരുന്നു. ഇടയ്ക്ക് തിരിച്ചു വരണമെന്നുള്ള എൻ്റെ അതിയായ ആഗ്രഹവും അച്ഛനെയും നിങ്ങളെല്ലാവരെയും വീണ്ടും കാണണമെന്നും ഒപ്പം ജീവിക്കണമെന്നുള്ള ആഗ്രഹമാണ് എന്നെ വീണ്ടും ഇവിടെ എത്തിച്ചത്. ധാരാളം കഷ്ടപ്പാടുകളും ദുരിതവും അനുഭവിച്ചിട്ടാ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. എൻ്റെ ഈ തിരിച്ചുവരവിന് ഒരു ഉദ്ദേശമുണ്ടെന്ന് മാത്രം ഇപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞാൽ മതി. ഇവിടുന്ന് പോയതിനു ശേഷവും ഇപ്പൊ ഇവിടേക്ക് വന്നതിനും ഇടയിലുള്ള എൻ്റെ ജീവിതം ഒരിക്കലും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒന്നാണ്. ഉണ്ടായതിനെല്ലാം കാരണക്കാരി എൻ്റെ ഭാര്യ അവന്തികയാണ്. അല്ല, അച്ഛൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു എന്നേ ഉള്ളൂ. എന്റെ ഭാര്യയായ നിന്റെ കാരുണ്യം കൊണ്ടാ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ നിന്റെ പ്രാർത്ഥനയും നേർച്ചകളും ഒക്കെ കൊണ്ട്. എനിക്കറിയാം നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. നന്ദിയുണ്ട് ഒരുപാട്. എന്റെ താലിയും കഴുത്തിലിട്ട് നീ എനിക്ക് വേണ്ടി കാത്തിരുന്നു എന്നറിഞ്ഞതിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് എന്റെ ഭാര്യയെ കുറിച്ചോർത്ത്. എന്റെ അച്ഛനെയും സഹോദരങ്ങളെയും കാണുന്നതോടൊപ്പം എനിക്ക് ഈ വീട്ടിൽ വെച്ച് കാണേണ്ട ഒരു മുഖമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതെന്റെ ഭാര്യയായ നിന്റെ ഈ മുഖമായിരുന്നു. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ജീവൻ നഷ്ടപ്പെടുത്താനും നഷ്ടപ്പെടുന്ന ജീവൻ പിടിച്ചു നിർത്താനും സാധിക്കുമെന്ന് എന്റെ അമ്മയെക്കുറിച്ച് അച്ഛൻ പറയുമായിരുന്നു. അതിന്റെ അർത്ഥം അന്നെനിക്ക് മനസ്സിലായില്ലെങ്കിലും ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.